ഞാൻ 18-ാം തീയതി എൻ്റെ കൂടെ സുവിശേഷകരായി വരുമ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തൊടുപുഴയും പൈങ്ങോട്ടൂരൊക്കെ ഒരു പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിറങ്ങുവാണ്. അന്നേരം ഈ കാര്യങ്ങളൊന്നുമില്ല, ഭംഗിയായിട്ട് പോണു. ഞാൻ അരമണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നീട് ഞാൻ 20-ാം തീയതി ഇവിടുത്തെ ഫിനിഷിംഗ് വർക്കിന് വേണ്ടി, ഇവിടെ ഫിനിഷിംഗ് വർക്ക് ചെയ്യാനുണ്ട്. ഫിനിഷിംഗ് വർക്കിന് വേണ്ടി എൻ്റെ കൂടെ ഇതിൻ്റെ ഇലക്ട്രീഷ്യൻ, എൻ്റെ കൂടെയുള്ള സുവിശേഷകർ എല്ലാവരുമായിട്ട് വന്ന് ഞാനിത് കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ട് വൈകാതെ അത് കൂതാശ ചെയ്ത് ഒരു ക്രമീകരണത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഞാൻ വരുവാണ്. വരുമ്പോൾ ഒരു 4:45 അപ്പോൾ ഞാൻ കാണുന്നത് താഴ് തല്ലിപ്പൊളിച്ച് ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത്. അപ്പോൾ വേഗം തന്നെ ഞാനത് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ തന്നെ വിവരം പറഞ്ഞു. താഴെ ബ്ലഡ് കിടക്കും പോലെ എനിക്ക് കാണാനിടയായി. വിവരം കറക്റ്റായിട്ട് തന്നെ ഞാൻ ഒട്ടും വൈകാതെ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അവർ വേഗം തന്നെ വളരെ ബഹുമാനത്തോടുകൂടി, നമ്മളോടുള്ള ആദരവോടുകൂടി തന്നെ വന്ന് അവർ അത് അന്വേഷിച്ചു. വേഗം തന്നെ പരാതി എഴുതി കൊടുത്തു. പിറ്റേ ദിവസം പരാതി എഴുതി കൊടുത്ത ശേഷം പിറ്റേ ദിവസം ഞാനത് ചാർജ് ചെയ്യാൻ പറഞ്ഞു. ചാർജ് ചെയ്തു. ഇന്ന് ഈ കാര്യങ്ങളൊക്കെ സീരിയസ് മൈൻഡായിട്ട് കാണണം. കാരണം എനിക്ക് ഇവിടെ താമസിക്കാനുള്ള, പിള്ളേരൊക്കെ താമസിക്കാനുള്ളതാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് അത് എൻ്റെ ക്ലാരിറ്റി പറ്റിത്തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ശരിക്കും ഇത് വളരെയേറെ ആത്മാർത്ഥതയോടെ കണ്ടു. ഇത് കയറി വരുമ്പോൾ സ്മെല്ല് അതിൻ്റെ അകത്തുണ്ട്. ഞാൻ അവിടെ കയറിയില്ല. ഇത് ഔട്ട് ഹൗസിലാണ്, ഈ പുറത്ത് ചായ്പിലാണ് സംഭവം. അപ്പോൾ ചായ്പ് പൊളിച്ചിട്ടാണ്, രാത്രിയാണ്. പിന്നെ ഇവിടെ ഞാൻ ഈ ഫ്രണ്ടിൽ കൂടെ കയറി വന്ന് ഭയങ്കര സ്മെല്ല്. അപ്പോൾ എൻ്റെ കൂടെ സുവിശേഷകരുണ്ട്. ഞാൻ തന്നെ ഒരിക്കലും തന്നെ വരാറില്ല. സുവിശേഷകരുണ്ട്. കയറി വന്നത് സ്മെല്ലാണ്. ആ സ്മെല്ല് അപ്പം തന്നെ ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞു. സ്റ്റേഷനിൽ പറഞ്ഞു കഴിയുമ്പോൾ അവരപ്പം തന്നെ അതിന് വേണ്ട സന്നാഹത്തോടു കൂടി എന്നുവെച്ചാൽ അവർ വന്നു. എൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിറ്റി തന്നെ അവരെടുത്ത് വന്ന ശേഷം അവരന്വേഷിച്ച് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് അവരാണ് ഇതിൻ്റെ വസ്തുത കണ്ടുപിടിക്കപ്പെട്ടത്.